ഇന്നത്തെ വ്ളോഗ് ഐക്യ ഷോപ്പിങ്ങിനെ പറ്റിയിട്ടാണ്. എൻ്റെ ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആണ് ഐക്യയിൽ. അപ്പോൾ കുറേ നാളത്തെ ആഗ്രഹമാണ് ഐക്യയിൽ വന്നിട്ടൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണമെന്ന്. അപ്പം നമുക്ക് എൻ്റെ ഹസ്ബൻഡ് ഓഫ് കിട്ടിയ ദിവസം നോക്കിയിട്ട് നമ്മൾ വന്ന ഒരു ദിവസം നമ്മൾ ഇതിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്ത് കേട്ടോ. ടൈം പോയതേ നമ്മൾ അറിഞ്ഞില്ല. ഐക്യ എന്ന് പറയുന്ന ഒരു സ്വീഡിഷ് ഹോം ഫർണിച്ചർ ബ്രാൻഡാണ് കേട്ടോ. ഇവിടെയുള്ള പ്രത്യേകത എന്ന് വെച്ചാൽ ഈസി ടു അസംബിളാണ് ഇവിടെയുള്ള സാധനങ്ങളെല്ലാം. ഇപ്പം നമ്മളൊരു വീട് വെക്കുകയാണെങ്കിൽ നമുക്ക് ചെറിയൊരു സ്പേസ് ആണെങ്കിൽ പോലും അത് ഡെക്കറേറ്റ് ചെയ്യാനുള്ള ഐഡിയാസ് നമുക്ക് ഇവിടുന്ന് കിട്ടും കേട്ടോ. ഭയങ്കര ക്ലീൻ ആൻഡ് നീറ്റ് ഐഡിയാസാണ് ഇവരുടേത്. നമുക്ക് ഇവിടെയുള്ള എന്ത് വേണമെങ്കിലും പർച്ചേസ് ചെയ്യാൻ പറ്റും. നമ്മളിവിടെ കയറി വരുമ്പോൾ നമുക്ക് ഇവിടെ നിന്നൊരു നോട്ട് പാഡും പെൻസിലും ഒരു മെഷർമെൻറ്റ് ടേപ്പും തരും. അതിനകത്ത് നമുക്ക് വേണ്ട പ്രോഡക്ട്സിൻ്റെ കോഡ് മെൻഷൻ ചെയ്തിട്ട് നമുക്ക് താഴെ മാർക്കറ്റ് സ്പേസിൽ നിന്ന് വാങ്ങിക്കാൻ പറ്റും കേട്ടോ. ഐക്യയിൽ വന്നുള്ള ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട് അല്ലെങ്കിൽ നമുക്കുള്ള സ്പേസ് എങ്ങനെ സ്റ്റൈല് ചെയ്യണമെന്നുള്ളൊരു ഐഡിയാസ് നമുക്ക് ഇവിടുന്ന് കിട്ടും കേട്ടോ. നമ്മൾ നിൽക്കുന്ന ഫസ്റ്റ് ഫ്ലോറിലാണ്. ഇവിടെ എല്ലാം ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിക്കുന്നുണ്ട് നമ്മുടെ ഹൗസ് എങ്ങനെ സ്റ്റൈല് ചെയ്യണമെന്ന്. അത് നിങ്ങൾക്ക് ഇവിടെ വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾ ഒരു വട്ടമെങ്കിലും ഐക്യ വന്നിരുന്ന് എക്സ്പീരിയൻസ് ചെയ്യണം കേട്ടോ. ഇവിടെയുള്ള പ്രോഡക്ട്സിൻ്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് ടോപ്പ് നോച്ചാണ് കേട്ടോ. നമ്മളിവിടെ നിന്ന് എന്തെടുത്താലും അതിന് ഹൈലി ക്വാളിറ്റി ഉള്ള സാധനങ്ങളായിരിക്കും. അതുപോലെ തന്നെ ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ക്വാളിറ്റിക്ക് അനുസരിച്ചുള്ള റേറ്റ് എല്ലാത്തിനും ഉണ്ട് കേട്ടോ. ഇവിടെ ഒരുപാട് കാര്യങ്ങളുണ്ട്. വീഡിയോസ് എടുക്കാനാണെങ്കിൽ നമുക്കൊരു ദിവസം പോരാതെ വരും കേട്ടോ. ഇപ്പോൾ ഈ കാണുന്നത് ഇവിടുത്തെ ലിവിങ് റൂമിന് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. സോഫ സെറ്റ്, TV യൂണിറ്റ്, ക്യൂഷ്യൻസ്, കവേഴ്സ്, ത്രോസ്, അങ്ങനെ ഒരുപാട്. ഇതിനതൊക്കെ അത്യാവശ്യം എക്സ്പെൻസീവാണ് കേട്ടോ. ഇവിടെ കസ്റ്റമൈസേഷനും അവൈലബിൾ ആണ് കേട്ടോ. നമുക്ക് ഏത് ടൈപ്പ് വേണമെന്ന് പറഞ്ഞാൽ ഇവർ കസ്റ്റമൈസ് ചെയ്ത് തരും കേട്ടോ. പിന്നെ ഇവിടുത്തെ ലൈറ്റ് അതൊരു രക്ഷയില്ല. വീഡിയോയിൽ കാണുന്നതിനെക്കാട്ടിലും നല്ലത് നേരിട്ട് വന്ന് എക്സ്പീരിയൻസ് ചെയ്യുന്നതാണ്. അതിൻ്റെ ഭംഗി ആസ്വദിക്കാൻ പറ്റും. അപ്പം മിറേഴ്സ് പല ടൈപ്പ് ഇവിടെ അവൈലബിൾ ആണ്. ഇപ്പോഴത്തെ ഒരു ട്രെൻഡാണല്ലോ മിറേഴ്സ്. അതിൻ്റെ പല സൈസ്, ഷേപ്പ് എല്ലാം ഇവിടെ അവൈലബിൾ ആണ്. മെയിനായിട്ട് നമ്മളിവിടെ നിന്ന് ക്യാൻഡിൽസ് വാങ്ങിക്കാനാണ് കേട്ടോ. കാരണം നമ്മൾ ആദ്യം ഇവിടുന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു. നല്ല ഫ്രാഗ്രൻസ് ആണ്, നല്ല ക്വാളിറ്റി ഉള്ളതാണ്. അത് കാരണമാണ് കേട്ടോ വീണ്ടും ഇവിടുന്ന് പർച്ചേസ് ചെയ്യാൻ വന്നത്. പിന്നെ നമ്മൾ ഒരു റൂം ചെയ്യുമ്പം അതിന് പെയിൻ്റ് അടിക്കാനുള്ള കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ അതിവിടെ വരുമ്പോൾ മാറി കിട്ടും കേട്ടോ. അതുപോലെ തന്നെ ഇവിടെ ഫ്ലവേഴ്സ്, പ്ലാസ്റ്റിക് ഫ്ലവേഴ്സൊക്കെ നല്ല ക്വാളിറ്റിയാണ്. അതുപോലെ തന്നെ ഈ ഒരു പ്ലേറ്റ്സൊക്കെ ഞാൻ ആമസോണിൽ കണ്ടിട്ടുണ്ട്. അത്യാവശ്യം നല്ല റേറ്റാണ്. പക്ഷെ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഇവിടെ അത്യാവശ്യം റേറ്റ് കുറവാണ് കേട്ടോ. കമ്പാരിറ്റീവ്ലി വെളിയിൽ നിന്ന് വാങ്ങിക്കുന്നതിനെക്കാട്ടിലും അതുപോലെ തന്നെ ഓൺലൈൻ വാങ്ങിക്കുന്നതിനെക്കാട്ടിലും. അതുപോലെ തന്നെ ക്വാളിറ്റിക്ക് കോംപ്രമൈസ് ഒന്നുമില്ല, നല്ല ക്വാളിറ്റിയാണ്. പിന്നെ നമുക്ക് ഡൈനിങ് ഒക്കെ അറേഞ്ച് ചെയ്യണമെങ്കിൽ അതിൻ്റെ ഒരു കൺഫ്യൂഷൻ ഇവിടെ വരുമ്പോൾ മാറി കിട്ടും കേട്ടോ. ഇവിടെ കിഡ്സ് റൂം, ലിവിങ് റൂം, ബെഡ്റൂം എല്ലാം നല്ല അടിപൊളിയായിട്ടാണ് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. പിന്നെ കുട്ടികൾക്കുള്ള ടോയ്സൊക്കെ ഇവിടെ അവൈലബിൾ ആണ്. അതിന് വലിയ കളക്ഷനൊന്നും ഞാൻ കണ്ടില്ല. ഞാൻ എൻ്റെ ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഇതുപോലൊരു പാമ്പിനെ എടുത്ത് ഇങ്ങനെ പിടിക്കുന്നത്. എനിക്ക് ഭയങ്കര പേടിയുള്ളൊരു സാധനമാണ് ഈ പാമ്പെന്ന് പറയുന്നത്. അതാണ് ഞാൻ ഈ കാണിക്കുന്നത്. എനിക്ക് തന്നെ അറിയത്തില്ല ഇവിടെ വന്നിട്ട് എന്തൊക്കെ ചെയ്യണമെന്ന്. കാരണം നമുക്ക് വണ്ടടിച്ചു പോകും, അത്രയ്ക്കുണ്ട് ഇവിടെ കാണാൻ. കുട്ടികൾക്കുള്ള മിനി ടോയ്സൊക്കെ അവൈലബിൾ ആണ് കേട്ടോ. ക്വാളിറ്റിയും നല്ലതാണ്. ഏതെടുക്കണമെന്ന് കൺഫ്യൂഷനാണ്. കാരണം ഇതിൽ തന്നെ പല വെറൈറ്റീസ് ഉണ്ട്. ഈ ബീസൊക്കെ കാണാൻ എന്ത് ക്യൂട്ടാന്ന് നോക്കിയേ. കുറേയൊക്കെ കണ്ട് നടന്ന് ക്ഷീണിച്ച് പിന്നെ നമ്മൾ കഴിച്ച് ഫുഡ് കഴിക്കണം.
ഇവിടെ ലിമിറ്റഡ് ഫുഡ്സ് അവൈലബിൾ ആയിട്ടുള്ളൂ, ഉള്ളതിന് നല്ല ടേസ്റ്റുമാണ് കേട്ടോ. ഇപ്പം ക്യാൻഡിൽസ് നോക്കാനാണ് നമ്മൾ മെയിനായിട്ട് ഇവിടെ വന്നത്. കുറേ ഫ്രാഗ്രൻസ് ഉണ്ടായിരുന്നു, പല റേറ്റിലുള്ളതുണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ നേരത്തെ വാങ്ങിച്ച സെയിം തന്നെ കുറച്ച് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, കാരണം നാട്ടിലൊക്കെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ സ്മെല്ലെന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ പാത്രം കഴുകുന്ന സോപ്പുണ്ടല്ലോ, എക്സോ ആണ്, ലൈമാണ്, അതിൻ്റെ ഒരു സ്മെല്ലാണ് കേട്ടോ. അത് കാരണം എനിക്ക് എടുക്കാൻ തോന്നിയില്ല അത്. പിന്നെ ഞാൻ മെയിനായിട്ടും എടുത്തത് ഇതാണ്. ഇതിൻ്റെ കുറച്ച് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ സ്മെല്ല് ഒരു രക്ഷയില്ല കേട്ടോ. ഇതിൻ്റെ വലുത് നോക്കിയിട്ടുണ്ടായിരുന്നു, പക്ഷേ ഇല്ലായിരുന്നു. പക്ഷേ ഇത് നല്ല സ്മെല്ലാണ്. പിന്നെ വേസസിൻ്റെ നല്ലൊരു കളക്ഷൻ തന്നെ ഇവിടെ ഉണ്ട് കേട്ടോ. ഇതൊന്നും നാട്ടിൽ കൊണ്ടുവരാൻ പറ്റത്തില്ല, പൊട്ടിപ്പോവും. അത് കാരണം ഞാൻ അതൊന്നും നോക്കിയില്ല. പിന്നെ ഓയിൽ ഡിസ്പെൻസറിൻ്റെ കുറേ ഉണ്ടായിരുന്നു, അതും ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. പിന്നെ നമ്മൾ കുറച്ച് എടുത്ത് അത്രയും കൊണ്ടുവന്ന്. ഇതാണ് ഞാൻ പറഞ്ഞ മാർക്കറ്റ് പ്ലേസ്. ഇവിടെ വന്നിട്ടാണ് നമ്മൾ നോട്ട് ചെയ്ത് വെച്ചേക്കുന്ന എല്ലാം. അവരുടെ അടുത്ത് പറഞ്ഞാൽ അവരെടുത്ത് തരും, അല്ലെങ്കിൽ നമുക്ക് തന്നെ നമ്പർ നോക്കിയിട്ട് പോയിട്ട് എടുത്തിട്ട് ബില്ല് ചെയ്യിക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ IKEA വ്ലോഗ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ.